ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. CHSL 2024 ക്രാഷ് കോഴ്സിന്റെ സിമ്പിൾ ഇൻഡസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അടിപൊളിയായിട്ട് സോൾവ് ചെയ്യാം. ഇനി മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് കണ്ട് സെറ്റാക്കുക. ഇത് നമ്മുടെ SSC റെയിൽവേയുടെ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ആണ്. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിലുള്ള ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി ഇതിന്റെ ഡെമോ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും വേണ്ടിയുള്ള ക്ലാസ്സുകൾ എടുക്കാവുന്നതാണ്. നമ്മുടെ CHSLന്റെ ലൈവ് ബാച്ച് ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഒരു ക്വാളിറ്റി തന്നെ ഇതിനേക്കാൾ നല്ല ക്വാളിറ്റിയിൽ, അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കണമെന്നുള്ളവർക്ക് ആ ഒരു കോഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാം നിങ്ങൾ ആ ഒരു ഇതേപോലെ വെബ്സൈറ്റും അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വേഗം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് സിമ്പിൾ ഇൻഡസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ബേസിക് ക്ലാസ് കണ്ടിട്ടില്ലാത്തൊരു SSC GD 2022 പ്ലേലിസ്റ്റ് എടുക്കുക. അതിനകത്ത് സിമ്പിൾ ഇൻഡസ്റ്റ്, കോമ്പൗണ്ട് ഇൻഡസ്റ്റ് ഒറ്റ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റ് ആയിട്ടും കാണുക. മസ്റ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ച് ആണ്. ഓക്കെ, അപ്പോൾ വേറെ ആരും പറഞ്ഞു തരാത്ത രീതിയിലുള്ള ബേസിക് കൺസെപ്റ്റുകൾ അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം വിൽ എ സം ഓഫ് മണി ഡബിൾ ഇൻ 12 years? ഇപ്പോൾ 12 വർഷം കൊണ്ട് എന്താവണം, ആ സം ഓഫ് മണി ഡബിൾ ആവണം. ഇപ്പോൾ ഒരു മണി ഡബിൾ ആവുമെന്ന് പറഞ്ഞാൽ 1 ൽ നിന്ന് 2 ആയി, അതായത് 200%. അതായത് 100 ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 200%. 1 ൽ നിന്ന് 2 ആയി കഴിഞ്ഞാൽ എത്ര ശതമാനമാണ് കൂടുന്നത്? ഒരു സാധനം ഡബിൾ ആവും എന്ന് പറഞ്ഞാൽ അതിന്റെ 100% ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റ് ആണ്. പെർസെൻറ്റേജിന്റെ ക്ലാസ് കാണണം. അപ്പോൾ 100% എന്ത് ചെയ്തത്, കൂടേണ്ടത് 12 വർഷം കൊണ്ടാണ്. നമ്മുടെ വാട്ട് റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വർഷത്തെ റേറ്റ് ആണ്. അതായത് 100% കൂടേണ്ടത്. ടോട്ടൽ എത്ര വർഷം കൊണ്ടാണ്? 12 വർഷം കൊണ്ടാണ് 100% കൂടേണ്ടത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് എത്ര ചെയ്യണം? 100/12 എന്ന് പറയുമ്പോൾ 8 1/3%. 8 വരും, 8 4/12, 8 1/3% ആൻസർ കിട്ടും. ഇതെന്ത് ചെയ്യാം, പേന എടുക്കാതെ ചെയ്യേണ്ട പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഡബിൾ ആവുമെന്ന് പറഞ്ഞാൽ 200% അല്ല കൂടുന്നത്, 100% എന്ത് ചെയ്യുന്നത്, അവിടെ കൂടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോൺ ഓഫ് ഇത്രയും ലെൻഡ് ഇത്രയും ടു ബി 2 years ആൻഡ് ഇത്രയും ടു സി അറ്റ് 4 years. ഹി റിസീവ്ഡ് ഓൾ ടുഗദർ 8360 സിമ്പിൾ ഇൻട്രസ്റ്റ് ഫ്രം ബോത്ത്. വാട്ട് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ്? ഇപ്പോൾ ഇവിടെ ഞാനിത് ഓപ്ഷൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്ന സ്പീഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ സ്പീഡ് അത്യാവശ്യമാണ്. കാൽക്കുലേഷൻ സ്പീഡ് വേണമെങ്കിൽ ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് എഴുതിയാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതിയും ചെയ്യാം. അതിനെടുക്കുന്ന സമയവും ഞാൻ ചെയ്യുന്ന സമയവും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഓപ്ഷൻ, അതായത് 7% ഇൻട്രസ്റ്റ് എങ്കിൽ 2 വർഷത്തേക്ക് 7% എത്രയാണ്? 14% ആയിരിക്കും. ഇതിൻ്റെ 14%. ഇതിൻ്റെ 14% എന്ന് പറയുന്നത് എത്ര? 260 × 14. ഓക്കെ, 14 വരുമ്പോൾ എത്ര വരും? ഓക്കെ, 14 അതെ, 10% 2600. ഓക്കെ, 4% എന്ന് പറഞ്ഞാൽ 26 4 104 1040. അപ്പോൾ 40 36 40. അടുത്ത ഇവിടുന്ന് എത്ര വരും? 28%. ഇതിൻ്റെ 28% എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 30% എന്ന് പറഞ്ഞാൽ 4500. അപ്പോൾ 30% എടുത്താൽ പോലും 4500 വരുന്നുള്ളൂ. 4500 വരുന്നുള്ളൂ. 8000 എത്തിയിട്ടില്ല, 7000 സംതിങ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ 7%, 7.5% അവിടെ നിൽക്കട്ടെ. 7% അല്ല ആൻസർ. കാര്യം 7% എടുത്താലും നമുക്ക് 7500 അടുത്തോട്ടേ വരത്തുള്ളൂ. ഇനി 8% ചെക്ക് ചെയ്യാം. 8% ചെക്ക് ചെയ്യുമ്പോൾ വരും 2 വർഷത്തേക്ക് 8% 16%. ഇതിൻ്റെ 16% എന്ന് പറഞ്ഞാൽ 1% 260 ആണ്. 1 0 × 16. ഇത് × 16. 16 96 9 32 9 41 4160 ഇവിടെ നിന്ന് കിട്ടും. പിന്നെ അടുത്തത് 4 വർഷത്തിലേക്ക് 8 4 32 32 വെച്ച് 150 150 ആണ് 1%. അപ്പോൾ 150 × 32 ആണ്. 1 0 ഇവിടെ കിടക്കും. ഇനി 32 × 15 എത്രയാണ്? 32 320 320 പകുതി, അല്ലെങ്കിൽ 32 5 160 16 32 16 48 4800. നമുക്ക് എത്ര കിട്ടും? 60 89 60 നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, എക്സും വൈ ഒക്കെ ഇട്ട് എക്സ് ആണ് റേറ്റ് എന്ന് എടുത്തിട്ട് 2x% ഇതിൻ്റെ കിട്ടും, ഇതിൻ്റെ 4x% കിട്ടും. എന്നിട്ട് ഇത് കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആ ക്വസ്റ്റൻ ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി വഴി പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, എ സർട്ടൻ സം ഓഫ് മണി എമൗണ്ട്സ് ടു ഇത്രയും സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻ 4 years ആൻഡ് ഇത്രയും ഇൻ 6 years ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. 4 വർഷം കൊണ്ട് ഇത്രയായി, 6 വർഷം കൊണ്ട് ഇത്രയായി. ഇപ്പോൾ എത്ര വർഷമാണ് ഗ്യാപ്പ്? 2.5 വർഷം. ഇപ്പോൾ 2.5 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് 5/2 എന്ന് എഴുതാം. ഓക്കെ, 2.5 വർഷം കൊണ്ട് ഇത്രയാണ്. എത്രയാണ്? 12144 13987 എത്ര കിട്ടും? 84 44 40. ബാക്കി 139 121 പോയാൽ എത്രയാണ്? 18. ഇപ്പോൾ 18 40 ആണ് നമ്മുടെ 2.5 വർഷത്തെ. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 1 വർഷത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് നമ്മുടെ 1 വർഷത്തെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1 വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അത് എത്ര കിട്ടും നമുക്ക്? 3 ബാക്കി 34 ഓക്കെ, 3 വട്ടം ബാക്കി 34 6 ബാക്കി 40 കിട്ടും. 368 എന്ന് പറയുമ്പോൾ 720 16 736 നമ്മുടെ 1 വർഷത്തെ ഇൻട്രസ്റ്റ്. നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വേണം? 1 വർഷത്തെ വേണം. അപ്പോൾ 736 ഡിവൈഡ് ബൈ നമ്മൾ പ്രിൻസിപ്പൾ കണ്ടുപിടിക്കണം. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എത്ര? 4 വർഷം കൊണ്ട് എത്ര ആവുന്നത്? 1 വർഷം 736 ആണെങ്കിൽ × 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2800 36 4 144. അപ്പം 2800 144 2944 ആണ് എന്ത് ചെയ്യുന്നത്? 4 വർഷത്തെ ഇൻട്രസ്റ്റ്. അതോടെ കൂട്ടിയിട്ടാണ് ഇത് വന്നത്. ഇപ്പോൾ പ്രിൻസിപ്പൾ എന്ത് കിട്ടും? ഇതിനകത്ത് 2944 കുറയ്ക്കണം. 44 0
121 90 29 കുറച്ച് എത്രയാണ് 21 കുറച്ച് 100 ബാക്കി 8 കൂടെ അപ്പോൾ 92. അപ്പം 92.00 ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ. 92.00 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്താവും ഇത് രണ്ടും വെട്ടിപ്പോവും. അപ്പം 736/98 അതാണ് ആൻസർ. 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 6 വരണം. 2നെ 9 കൊണ്ട് ഗുണിച്ചാൽ 8 ആണ് വരുന്നത്. 2നെ 8 കൊണ്ട് ഗുണിച്ചാൽ പറ്റും. അപ്പോൾ നമ്മുടെ 8%, 8% നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സിമ്പിളായിട്ട് ചെയ്യുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തെ. ഞാൻ കുറച്ച് ക്ലാസ് സ്പീഡിലാണ് എടുക്കുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ച കൺസെപ്റ്റാണ്. അതിനെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുകയാണ്? നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് മാത്രമാണ് കുറച്ച് സ്പീഡിൽ ക്ലാസ് ചെയ്യുന്നത്. നമ്മുടെ ബേസിക് ക്ലാസ്സിൽ ഇതിനെല്ലാം കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം കാൽക്കുലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു certain sum of money borrowed 7.5% annum, simple interest amounts to ഇത്രയും in 5 years. What will be the simple interest on the same sum at the same rate in 8/1/4 years? അപ്പോൾ നമുക്ക് നോക്കാം. ഒരു സമ്മ് എമൗണ്ട്സ് ടു ഇത്രയും ഇൻ ഇത്രയും ഇയേഴ്സ്. അപ്പം 7.5% എന്ന് പറഞ്ഞാൽ 15/2. 15/2 എന്ന് പറഞ്ഞാൽ 15/2%. പെർസെൻറ്റേജ് മാറ്റാൻ വേണ്ടി ബൈ 100 ചെയ്തു. ഇതേ ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11/2. 11/2. അപ്പോൾ ഏതോ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും നമുക്ക്? സിമ്പിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 കിട്ടുമ്പോൾ 3, 5 കിട്ടുമ്പോൾ 40, 33/80 എന്ന് കിട്ടും. 33/80. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇതാണ് എഫക്റ്റീവ് റേറ്റ് 33/80. അതായത് 80 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ 33 ആയിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ 80 33 കൂട്ടുമ്പോൾ എത്ര? 113 രൂപയാണ് നമുക്ക് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. ആ 113ൻ്റെ വാല്യൂ വന്നിട്ടുള്ളത് 16,950. നമുക്ക് എത്രൻ്റെ വാല്യൂ വേണം? 80ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ എന്തായി? നമ്മുടെ പ്രിൻസിപ്പിളായി. ഇനി ഇത് പ്രിൻസിപ്പിളായി. ഇനി ഇതിൻ്റെ ഇൻട്രസ്റ്റ് വേണ്ടുന്നത് സെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ 7.5%. 7% പറഞ്ഞാൽ 15/2%. 200 എത്ര ശതമാനം? 8/1/4 years എന്ന് പറഞ്ഞാൽ എത്രയാണ്? 33/4. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ഡീറ്റെയിൽസ് നമുക്ക് എടുക്കുമ്പം പാടായിരിക്കും. നോക്കാം. ഇതിനകത്ത് എന്ത് ചെയ്യാം നമുക്ക്? ഒരു 0 അതെ 80 ഇവിടെ 800 വരും. അപ്പോൾ അടിയിലൊരു 10 വരും. ഈ 10 ഇതുമായിട്ട് പോയി. ഓക്കെ, കാൽക്കുലേഷൻ ബാക്കി ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മുടെ ആൻസറിനകത്ത് 11ൻ്റെ മൾട്ടിപ്പിളും അതൊന്ന് ചെക്ക് ചെയ്യാൻ ചിലപ്പോൾ കാണുമായിരിക്കും. 11ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ട്, 9ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ട്. നോക്കാം. 113 വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വെട്ടാം. 113 വെച്ച് വെട്ടുമ്പോൾ എത്ര വരും? 113 113 ബാക്കി എത്രയാണ്? 56 565 വരുമ്പോൾ 113 × 5 ആണ്. അപ്പോൾ 15 × 15 × 33. അപ്പോൾ 15 × 15 225 225 × 3 225 × 3 675 × 11. അപ്പോൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്പർ ഇത് 5, 7 5 12 2 ശിഷ്ടം 1 6 13 1 14 425 അവസാനിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി നമ്മൾ ഇത് മാർക്ക് ചെയ്തു. അപ്പോൾ കാൽക്കുലേഷൻ ആണ് ഈ ഒരു ക്വസ്റ്റിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പോൾ കാൽക്കുലേഷൻ എത്ര സ്പീഡ് ചെയ്യാമോ അത്ര സ്പീഡിൽ എന്ത് ചെയ്യാം നിങ്ങൾ ചെയ്യാം. ഒരു സർട്ടൺ സം എമൗണ്ട് ഇത്രയും 4 years, ഇത്രയും 7 years, സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സം എത്രയാണ്? അപ്പോൾ 4 വർഷം കൊണ്ട് 7 വർഷം വരെ 3 വർഷം കൊണ്ട് എത്ര കൂടിയത്? 84 48 അല്ലെങ്കിൽ കുറയ്ക്കാം. 87 48 വെച്ചാൽ 30 36 പിന്നെ 114 96 വെച്ചാൽ 4 കൂടുമ്പോൾ 100 ആയി. ബാക്കി 14. ഇപ്പോൾ 18 36 3 വർഷത്തെ റേറ്റ്. ഒരു വർഷത്തെ ഇതെന്ന് പറഞ്ഞാൽ ബൈ 3 ആണ്. അതായത് 6 1 2 612 ഒരു വർഷത്തത്. 4 വർഷത്തെ എന്തോരും ഇൻറ്റു 4 ചെയ്യുക. അപ്പോൾ 2400 2448 4 വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 9648 നിന്ന് ഇത് കുറയ്ക്കുന്നതായിരിക്കും നമ്മുടെ സം എന്ന് പറയുന്നത്. അപ്പോൾ 4 വർഷം കൊണ്ട് ഇത്രയാണ് ആയത് എമൗണ്ട്. അതിനകത്ത് ഇൻട്രസ്റ്റ് ഇത്രയാണ് 2448. അപ്പോൾ എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രിൻസിപ്പിൾ കിട്ടും. അപ്പോൾ 48 കുറയ്ക്കുമ്പോൾ 0, 96 24 കുറയ്ക്കുമ്പോൾ 72, 7200 നമ്മുടെ പ്രിൻസിപ്പിൾ. സിമ്പിളായിട്ട് ചെയ്യാം. നേരത്തെ ചെയ്ത ക്വസ്റ്റിൻ്റെ ഒരു സബ് പാർട്ടാണ്. Certain sum of money simple interest amounts to ഇത്രയും ആൻഡ് ഇത്രയും ഇൻ 2-3 years respectively. വാട്ട് ഈസ് എ സം? അതായത് ഒരു വർഷം കൊണ്ട് എത്ര കൂടിയത്? 20 കൂടുമ്പോൾ 2000 ബാക്കി 70. 90 ഒരു വർഷം കൊണ്ട് കൂടിയത്. അപ്പോൾ 2 വർഷം കൊണ്ട് കൂടി എത്രയായിരിക്കും? 90 × 2 180 ആയിരിക്കും. അപ്പോൾ ഏതോ ഒരു സമ്മിൻ്റെ കൂടെ 2 വർഷത്തെ ഇൻട്രസ്റ്റ് കൂടെ ചേർന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ ഒരു 1980 കിട്ടിയത്. ഇപ്പോൾ 2 വർഷത്തെ ഇൻട്രസ്റ്റ് 180 ആണ്. ഇനി അത് എന്ത് ചെയ്യുക? 180 കുറയ്ക്കുക. അപ്പോൾ 180 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1800 ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആ ഒരു സം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ. രാധ ഇത്രയും ലോൺ എടുത്തു. പാർട്ട്ലി 4% ഇൻട്രസ്റ്റും 7% ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റ്. ഷീ പെയ്ഡ് എ ടോട്ടൽ ഓഫ് ഇത്രയും ആഫ്റ്റർ 5 years ആസ് ഇൻട്രസ്റ്റ്. ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കുക. വാട്ട് ഇസ് ദ ഡിഫറൻസ് ഓഫ് മണി ബോറോഡ് അറ്റ് ദ 2 levels? ഇപ്പോൾ ഇത് അലിഗേഷൻ ചെയ്യാം. അലിഗേഷൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, കുറേ പേര് 4% ഒക്കെ വെച്ച് അലിഗേഷൻ ചെയ്യും. എന്ത് ചെയ്യുക? 5 വർഷം കൊണ്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 4% ആയിരുന്നെങ്കിൽ ടോട്ടൽ മണിയും 4% ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 4% കിട്ടിയാണ്. 192 4 എത്രയാണ്? 760 4 2 8 768. കാൽക്കുലേഷൻ സ്പീഡ് ചെയ്യാം. 7% ഇട്ട് എന്ത് വരും? 192 7 19 7 131 1330 1330 14 1344. ഇനി 5 വർഷം കൊണ്ടാണ്, ഇത് ഒരു വർഷത്തെ കേസാണ്. 5 വർഷം കൊണ്ടാണ് ഇത്രയും കിട്ടിയത്. ഒരു വർഷം കൊണ്ട് എന്ത് കിട്ടും? എല്ലായിടത്തും എന്ത് ചെയ്യണം? ഒരേ ക്വാണ്ടിറ്റി ആയിരിക്കണം എഴുതേണ്ടത്. ഇതൊരു വർഷത്തെ ആണെങ്കിൽ ഇതൊരു വർഷത്തെ ഒരു വർഷത്തെ. അപ്പോൾ 1 1 0 4 0 4. ഇപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എത്ര വരും? 4 ഒരു 40 കൂടെ കൂട്ടിയാൽ 1144 പിന്നെ 200 അല്ലേ? അതെ, 40 പിന്നെ 200 240 ഇവിടെ വരും. ഇവിടുത്തെ റേഷ്യോ
ഓക്കെ, അലിഗേഷൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് എത്ര വരും? 768 1100 ഇതും ഓക്കെ 768 2 32 കൂട്ടി 800 32 കൂട്ടി 800 32 കൂട്ടി 800 ഒരു 4 കൂടി കൂട്ടി 32 800 പിന്നെ 300 334 336. നമുക്ക് റേഷ്യോ എടുക്കാമോ? റേഷ്യോ എടുക്കാം. 12 വെച്ച് കിട്ടുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇത് 20 കിട്ടും. 12 വെച്ച് കിട്ടുമ്പോൾ 1 18 കിട്ടും. പിന്നെ എന്ത് ചെയ്യാം? 2 വെച്ച് കിട്ടുമ്പോൾ അല്ലേ 12 വെച്ച് കിട്ടുമ്പോൾ 2 0 12 വെച്ച് കിട്ടുമ്പോൾ ഓക്കെ 2 2 2 2 12 24 ബാക്കി 20 ആണല്ലോ ഇത് 24 ബാക്കി 96 96 12 8 20 28 5 വെച്ച് കിട്ടുമ്പോൾ 4 വെച്ച് കിട്ടുമ്പോൾ 5:7. അതായത് ഫസ്റ്റ് ഇട്ട് ബോറോ ചെയ്തത് 5 യൂണിറ്റ് ആണെങ്കിൽ രണ്ടാമത് ബോറോ ചെയ്തത് 7 യൂണിറ്റ് ആണ്. ഇപ്പോൾ ഡിഫറൻസ് നമുക്ക് എന്താ? ടോട്ടൽ സമ്മ് 5 7 12 12 വാല്യൂ ആണ് തന്നിട്ടുള്ളത് 192.00. ഡിഫറൻസ് പറഞ്ഞാൽ എത്ര യൂണിറ്റ്? 2 യൂണിറ്റ്. ഇതിൻ്റെ വാല്യൂ ആണത്. ഇതേ ബൈ 6 ആണ്. അപ്പോൾ എത്ര കിട്ടും? 3.200. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിളായിട്ട് ചെയ്യുക. ഇപ്പോൾ കൂടുതൽ ക്വസ്റ്റൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇച്ചിരി സ്പീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും ക്വസ്റ്റൻസ് ചെയ്യണം. ആര്യ ബോറോഡ് സം മണി ഇത്രയും ഫോർ ഫസ്റ്റ് 3 years. ഇപ്പോൾ ഫസ്റ്റ് 3 years എത്ര കിട്ടും? 5 3 15% കിട്ടും. 8% നെക്സ്റ്റ് 4 years. ഇപ്പോൾ 8 4 32 കിട്ടും. 15 32 47% ഓൾറെഡി ആയി. ആൻഡ് ദ റെസ്റ്റ് 16% പെർ ആനം ഫോർ ദ പീരീഡ് ബിയോണ്ട് 7 years. ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ്? അറ്റ് ദ എൻഡ് ഓഫ് 13 years. ഇപ്പോൾ ടോട്ടൽ വർഷം 17 ആണ്. 7 വരെ ഇവിടെ ആയി. അപ്പോൾ ബാക്കി എത്ര വർഷമുണ്ട്? ബാക്കി 6 വർഷം. 6 വർഷം എത്രയിലാണ് പോയത്? 16%. അപ്പോൾ 16 6 96. അപ്പോൾ 96 47 എത്രയാണ്? 136 143% പ്രിൻസിപ്പളിനെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബേസ് ക്ലാസ് കാണാതെ ഇതൊന്നും മനസ്സിലാവത്തില്ല. ബേസ് ക്ലാസ് എവിടെ കിടക്കുന്നത്? നമ്മുടെ SSC GD 2022 പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്യുക. സിമ്പിൾ ഇൻഡസ്ട്രി, കോമ്പൗണ്ട് ഇൻഡസ്ട്രി, SSC GD ദിശ അക്കാഡമി മലയാളം സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ക്ലാസ് എടുത്ത് കാണുക. 1.5 മണിക്കൂർ ക്ലാസ് കാണുക. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സ്പീഡാണെന്ന് പറയുന്നവർക്ക് പറയാനുള്ള കാര്യമാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ 143% ആയിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് സമ്മിൻ്റെ. അതാണ് ഈ വാല്യൂ തന്നിട്ടുള്ളത്. നമുക്ക് എന്തുകൊണ്ട് 100% വേണം. നമുക്ക് ഇവിടെ DD സം അപ്ലൈ ചെയ്യാം. 4 3 7 8 8 കൊണ്ട് ഗുണിക്കുക. 10 15 16 7 8 7 56 56 11 2 വരുന്ന ഡിജിറ്റം ഏതുണ്ട്? ഇതൊന്നാണ്. ഇത് 7 ഇതൊന്നാണ്. ഇത് 6 ആണ്. ഇതേ ഉള്ളൂ 2. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാമു 9ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, രാമു ബോറോഡ് ഇത്രയും രൂപ ഫ്രം എ ബാങ്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് 5 years റീപെയ്ഡ് എമൗണ്ട് ഇത്രയാണ്. വാട്ട് ഇസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? സിമ്പിൾ അല്ലേ? 5 വർഷം കൊണ്ട് 5000 കൊടുത്തു. 1 വർഷം കൊണ്ട് 1000. 1000 എന്ന് പറഞ്ഞാൽ 20,000 എത്ര പെർസെൻറ്റേജ്? 10% 2000 5% ആണ് 1000. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? മാനേജ് ചെയ്യാം. പേൻ എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പേഴ്സൺ ഇൻവെസ്റ്റഡ് ഹാഫ് ഓഫ് ക്യാപിറ്റൽ അറ്റ് 6%, 1/4 ആയിട്ട് 8, റിമൈനിങ് ആയിട്ട് 12%, ആനുവൽ ഇൻകം ഇത്രയാണെങ്കിൽ ഫൈൻ ദ ക്യാപിറ്റൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്ത് വായിച്ചുക. 2ന്റെയും 4ന്റെയും ഒരു മൾട്ടിപ്പിൾ എടുക്കുക. 8 ആണ് ടോട്ടൽ അയാൾ ഇട്ടെന്ന് വെച്ചോ. 8 വേണ്ട, 800 രൂപയാണ് അയാളുടെ കയ്യിലുള്ള ടോട്ടൽ പൈസ എന്ന് വെച്ചോ. കാര്യം പെർസെൻറ്റ് എടുക്കാൻ വേണ്ടി. 800-നകത്ത് അതിൻ്റെ 1/2 എന്ന് പറഞ്ഞാൽ 400 രൂപ അയാൾ എന്ത് ചെയ്തു? 6%. ബാക്കി 1/4 എന്ന് പറഞ്ഞാൽ 200 രൂപ അയാൾ 8%. റിമൈനിങ് ആയിട്ടുള്ള 200 രൂപ അയാൾ എത്ര? 12% ഇട്ടു. അപ്പോൾ അങ്ങനെ ആയിരുന്നു അയാൾക്ക് എത്ര കിട്ടിയേനെ? ഇതിൻ്റെ 6% എത്രയാണ്? 24. ഇതിൻ്റെ 8% എത്രയാണ്? 16. 24 16 40. ഇത് 2 × 12 24. ഇപ്പം 40 12 24 64 രൂപ കിട്ടിയാനെ. 64 രൂപ അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിയാനെ. അപ്പോൾ ആനുവൽ ഇൻകം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാനെ? അയാൾക്ക് ഈ 64 വാല്യൂ 64 ആയിരുന്നു അയാളുടെ ഇൻകം എന്ന് പറയുന്നത്. ഇൻകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിരുന്നു കിട്ടിയെങ്കിൽ 800 ആണ് കിട്ടുന്നതെങ്കിൽ 64 കിട്ടിയാനെ. അപ്പോൾ 64 വാല്യൂ ആണ് ഒറിജിനൽ വന്നിട്ടുള്ളത്. 828. നമുക്ക് എന്തിൻ്റെ വാല്യൂ വേണം? ക്യാപിറ്റൽ എത്രയാണ്? 800 വാല്യൂ വേണം. നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാൽക്കുലേഷൻ ചെയ്യാമോ? ഓക്കെ, 8 ഇത് 100 വരും. ഇത് 8 വരും. എങ്ങനെ ചെയ്യാം? ഓക്കെ, ചുമ്മാ ഡി സം നോക്കണ്ട. ഇത് 6 66 0 ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? ആൻസർ. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ CHSൽ ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. പേഴ്സൺ ബോറോഡ് സം മണി ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ് ആഫ്റ്റർ 3 years ഹി റിട്ടേൺഡ് 4/3 ഓഫ് ദ മണി ടു ദ ലെൻഡർ. അതായത് 3 മേടിച്ചെങ്കിൽ 4 ആണ് എന്ത് ചെയ്ത് കൊടുത്തത്. അതായത് എത്ര ഇൻട്രസ്റ്റ്? 1/3 ആണ്. 1/3 എന്ന് പറഞ്ഞാൽ 33.33 1/3% ആണ്. ഇതാണ് നമുക്ക് എത്ര വർഷത്തെ? 3 വർഷത്തെയാണ്. 3 വർഷത്തെയാണ്. നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 വർഷത്തെ. അപ്പോൾ 3 വർഷത്തെ റേറ്റ് ആണ് ഇത്. 1 വർഷത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 11 1/3/3 എന്ന് പറയുമ്പോൾ 1/9. 11 1/9%. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ CHSലിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മെയിൻസിന് ചോദിച്ചാണ്. ഹൗ മെനി ഇയേഴ്സ് 2500 ഇൻവെസ്റ്റ് അറ്റ് റേറ്റ് ഓഫ് 16% ആണ്. എമൗണ്ട് ഇത്ര. അപ്പോൾ എത്ര കൂടിയിരിക്കുന്നത്? 2500 നിന്ന് 4100 1600. അപ്പോൾ ഇതിൻ്റെ 16% എത്രയാണ്? 1% 25 25 × 16 എന്ന് പറയുമ്പോൾ 250 150 400 ആണ്. 400 വെച്ച് 1600 കൂടണം. എത്ര വർഷം കൊണ്ട് പറ്റും? 4 വർഷം കൊണ്ട്. 4 വർഷം കൊണ്ട് എന്ത് ചെയ്യും? ഈ മണി ഇത്രയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു എന്താണ്? നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എത്ര ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം? ഇത്രയും രൂപ ഡ്യൂ ഇൻ 3 years അറ്റ് 12.25% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു? ഒരു 100 രൂപ ഞാൻ ഫസ്റ്റ് വർഷം അടച്ചു. രണ്ടാമത്തെ വർഷം 100 രൂപ അടച്ചു. മൂന്നാമത്തെ വർഷം 100 രൂപ അടച്ചെന്ന് വെച്ചു. ഈ ഫസ്റ്റ് അടച്ച 100 രൂപയ്ക്ക് ബാക്കി 2 വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കാണും. അപ്പോൾ എത്ര രൂപയായിരിക്കും ഇൻട്രസ്റ്റ്? 12.25. അപ്പോൾ ഇവിടെ ഈ പൈസയ്ക്ക് ഫസ്റ്റ് അടച്ച 100-ന് 1 വർഷത്തെ എത്രയാണ്? ഇതിന് 12.25 വരും.
ഇവിടുത്തെ 100-ന്, അതായത് ഈ 100-ന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ് ആദ്യം അടച്ചെന്ന് വെച്ചോ, ഇതിന് 2 വർഷത്തെ ഇൻട്രസ്റ്റ് വരും. അതായത് 12.25 24.5 വരും. അപ്പോൾ ടോട്ടൽ എത്ര അടയ്ക്കേണ്ടി വരും? എത്ര അടച്ചതിന് സമാനമാവും? നമ്മൾ 100 വെച്ച് അടയ്ക്കുന്നുള്ളെങ്കിലും ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് എന്താവും? കാര്യം നമ്മൾ അവരുടെ കയ്യിരിക്കുക പൈസ. അപ്പോൾ 300-ഉം 336.75 336.75 എന്ത് ചെയ്യും? നമ്മൾ അടച്ചതായിട്ട് വരും. പക്ഷേ അതിന് പകരമാണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 9429 തന്നിരിക്കുന്നത് അല്ലേ? അത്രയും രൂപ അടയ്ക്കുന്നതിന് അത്രയായിരുന്നു നമ്മുടെ എഫക്റ്റ്. 100 വെച്ചായിരുന്നു അടയ്ക്കുന്നെങ്കിൽ ഇത്രയായിരുന്നു കൊടുക്കേണ്ടത്. പക്ഷേ ഇതിന് പകരമാണ് 2 വർഷം 3 വർഷം കഴിഞ്ഞ് ആവുന്ന പൈസയാണ് തന്നിരിക്കുന്നത്. ഈ ഡ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ആവുന്ന പൈസയാണ്. അപ്പോൾ നമുക്ക് എന്തിൻ്റെ വാല്യൂ വേണ്ടുന്നത്? എത്രൻ്റെ വാല്യൂ വേണ്ടുന്നത്? നമ്മൾ എത്ര വെച്ച് അടച്ചത്? വാട്ട് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റിൽ ചോദിച്ചേക്കുന്നത് 100-ന്റെ വാല്യൂ ആണ്. നമുക്ക് എന്ത് ചെയ്യേണ്ടി? ഡിസം അപ്ലൈ ചെയ്യാമോ? 9, 10, 15. ഓക്കെ, 3 വെച്ച് വെട്ടേണ്ടി വരും. ഓക്കെ, മേളിൽ എന്തായാലും ഒരു 100 കൊടുക്കാം. ഇത് പോയി 3 വെച്ച് വെട്ടാം. 3 വെച്ച് വെട്ടുമ്പോൾ എന്ത് കിട്ടും? 3, 1, 4, 3, 1, 1, 2, 2, 5, എത്ര? 7, 9, 2. ഡിസം ഇവിടെ 2 വന്നു. മേളിൽ താഴെ 5 കൊണ്ട് ഗുണിക്കാം. 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? 7, 10, 11, 2, 5, 2, 10. ഡി ഡിസം എത്രയാണ്? 1. ഡി ഡിസം 1 വരും. 2 തൊട്ടും 10 1 ആണ്. 9 ഇതല്ല. 12, 14, 5 ആണ് ഇതല്ല. 13, 2, 15, 6 ഇതാണല്ല. ഓപ്ഷൻ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഇവിടുത്തെ കൺസെപ്റ്റ് ഒന്നുകൂടെ പറയാം. നമ്മൾ 100 രൂപ വെച്ച് അടയ്ക്കുന്നതെങ്കിൽ ഫസ്റ്റ് അടയ്ക്കുന്ന 100 രൂപയ്ക്ക് ബാക്കി 2 വർഷം എന്താണ്? അവരുടെ കയ്യിരിക്കുവാണ്. അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് ആണ് ഈ തന്നിട്ടുള്ളത്. ഇനി അടുത്ത ഈ അടയ്ക്കുന്ന 100 രൂപയ്ക്ക് നെക്സ്റ്റ് ആ 1 വർഷത്തേക്ക് എന്ത് വരും? ഇൻട്രസ്റ്റ് വരും. അപ്പോൾ ആദ്യം അടച്ചതിന് 2 വർഷത്തെ ഈ 12.25 വരും. അടുത്തതിന് എന്ത് വരും? 1 വർഷത്തെ. ലാസ്റ്റ് അടയ്ക്കുന്നതിന് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ എഫക്റ്റീവായിട്ട് അടയ്ക്കുന്നത്. ഇപ്പോൾ 100 വെച്ച ഇൻസ്റ്റാൾമെൻ്റ് എങ്കിൽ നമ്മൾ എഫക്റ്റീവായിട്ട് അത്ര അടയ്ക്കുന്നത്. പക്ഷേ ഇവിടെ 100 അല്ല അടയ്ക്കുന്നത്. അതിൻ്റെ ഒറിജിനൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ വാല്യൂ തന്നിട്ടുള്ളത്. 100-ന്റെ വാല്യൂ ആണ്. ബാക്കി കാൽക്കുലേഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് 13 ക്വസ്റ്റ്യൻസ് അടിപൊളി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. സ്പീഡിൽ തന്നെയാണ് ചെയ്തത്. എനിക്കറിയാം സ്പീഡിൽ തന്നെയാണ് ചെയ്തത്. കുഴപ്പമില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഒരു 5 ക്വസ്റ്റിന് നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളായിരുന്നു. 5 ക്വസ്റ്റിനും 13 ക്വസ്റ്റിനും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നല്ല വ്യത്യാസമുണ്ട്. അത് യൂട്യൂബിൽ നമുക്ക് ഒരിക്കലും ഇതിൽ കൂടുതൽ ക്ലാസ് നീട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അത് പെയ്ഡ് ക്ലാസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് നീട്ടുന്നത്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയായിരുന്നു. ആ ഒരു ബേസിക് ക്ലാസ്സുകൾ കാണുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യാനും പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.